നമസ്കാരം. ഫോക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്ത ജിജി തോംസൺ സാർ IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഫോക്കസിൽ നിന്ന് നമ്മളെ അതിഥി. നമസ്കാരം സാർ. നമസ്കാരം. വളരെ സന്തോഷം സാറിന്റെ ഒരു ഭാവികയുടെ പ്രോഗ്രാമിന് ആതിഥേയത്വം വരലാന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിന് അവസരം തന്നതിൽ നല്ല സൗകര്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു സാർ. സാറിന്റെ ഈ ഭാവിക ഒരു പദ്ധതിയാണല്ലോ, എന്താണ് അതുകൊണ്ട് സാർ ഉദ്ദേശിച്ചത്? എന്താണ് വാട്ട് ഈസ് ഭാവിക? ഭാവിക ഒരു സെക്ഷൻ 8 കമ്പനിയാണ്. എന്ന് വെച്ചാൽ നോട്ട് ഫോർ പ്രോഫിറ്റ്, ലാഭേച്ഛയില്ലാത്ത കമ്പനിയാണ്. അപ്പോൾ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് നമുക്ക് ഈ സെക്ഷൻ 8 ആനുകൂല്യം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ATG കൺസെഷൻ കിട്ടും, ഇൻകം ടാക്സ് കൺസെഷൻസ് ഉണ്ട്, ഒരു പരിധി വരെ നമുക്ക് GST കൊടുക്കണ്ട, അങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കമ്പനി ഉണ്ടാക്കിയത്. ഈ കമ്പനി ഇതിൻ്റെ ഭാവികയുടെ അർത്ഥം ഭാവിയെ സംബന്ധിച്ചത്, ഭാവിയെ ഉറ്റുനോക്കുന്നത് സംസ്കൃത വാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്കൂളുകളിൽ വിശിഷ്ടാതിഥിയായിട്ട് പോവുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല സ്കൂളുകളിൽ പോകുമ്പോഴും ഞാൻ കാണുന്ന കാഴ്ച, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടാവും. അതിനകത്തെല്ലാം എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ കുട്ടികൾ എന്നും പറഞ്ഞാൽ ഒരു 10-200 പിള്ളേരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കയറി ചെല്ലുമ്പോഴേ ഞാൻ വിചാരിക്കും, ഇത്രയും മുടുമുടുക്കരായ പിള്ളേരുടെ അടുത്താണല്ലോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഇതിനുള്ള കോപ്പുകളുമെല്ലാം എൻ്റെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നാറുണ്ട്. പക്ഷെ പ്രസംഗിച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ കുട്ടികൾ നിലവാരം പോരാ. പിന്നെ ഞാൻ 10 മിനിറ്റ് കൊടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുമ്പോൾ ആരും എഴുന്നേറ്റ് ചോദിക്കില്ല. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ചോദിക്കൂ എന്ന് പറഞ്ഞാലും ചോദ്യം ഉണ്ടാകും. കുട്ടികൾക്ക് മടിയാണ്, ആർക്കും മുന്നോട്ട് വരാനായിട്ടുള്ള ധൈര്യം, ഏറ്റവും പിൻവഞ്ചിലിരിക്കണം. അതെ. പിന്നെ അവർക്ക് അങ്ങനെയുള്ള കോൺഫിഡൻസ് ഇല്ല. പിന്നെ ഞാൻ കണ്ടു ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കുണ്ട്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഇല്ല, ഔട്ട് ഓഫ് ബോക്സ് സൊല്യൂഷൻസ് ഇല്ല. അവർ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയുന്നത് വേറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കുട്ടികളെ നമ്മൾ വളർത്തിയെടുത്തിട്ട് നമുക്ക് എങ്ങും എത്താനാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് ഇതിൻ്റെ വില്ലൻ. കാരണം ഇത് ഇങ്ങനെ എങ്ങനെയും A+ എല്ലാം 100% മാർക്ക്, 100% വിജയം എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ എഴുതി വെച്ച ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ തന്നെ കുട്ടി അത് ക്വസ്റ്റ്യൻ എഴുതാൻ അറ്റംപ്റ്റ് ചെയ്തത് കൊണ്ട് 10% മാർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. എവിടുത്തെ ന്യായമാണ് ഇതൊക്കെ? നമ്മുടെ കാലത്തൊക്കെ വല്ല ഇങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഇങ്ങനെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പകർത്തി എഴുതിയാൽ വീണ്ടും കിട്ടും മാർക്ക്. ഇങ്ങനെ മാർക്ക് കിട്ടി ഇങ്ങനെ കുറേ ഒരു വെടലകളെ നമ്മളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു മാറ്റം ഉണ്ടാവും. അതായത് ഈ SSLC +2 ഒരു സ്ട്രിക്റ്റ് വാല്യുവേഷൻ നടക്കുന്നില്ല. ഞാനിവിടെ അഡ്മിഷന് വരുന്ന ഒരുപാട് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് നമ്മൾ കാണുന്ന ലാംഗ്വേജിലൊക്കെ 200 മാർക്ക് എല്ലാവരും. അതാണ് മലയാളത്തിൽ 100 മാർക്ക് എങ്ങനെ കിട്ടും? കണക്കിന് 100, ഹിസ്റ്ററിക്ക് അല്ല കെമിസ്ട്രിക്ക് 100 സമ്മതിക്കാം, മലയാളത്തിൽ എങ്ങനെ കിട്ടുക? സാഹിത്യത്തിൽ അങ്ങനെ ഒരിക്കലും കിട്ടില്ല. ഞാനത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലാവില്ലല്ലോ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കില്ലേ? അപ്പം ഞാൻ ഒരു കുട്ടിയെ ഒരു കവിതാ നിരൂപണം എഴുതുന്ന കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് 60 ആണെങ്കിൽ ചിലപ്പോൾ അങ്ങ് 70 മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 50 മാർക്ക് കൊടുക്കും. അപ്പോൾ ഒരിക്കലും 100 മാർക്ക് കിട്ടാൻ പറ്റില്ല അത്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കുറേ കുട്ടികളെ ഉണ്ടാക്കുന്നതിന് പകരം അവരെ ഒന്ന് കുറച്ചുകൂടി അവരുടെ ജീവിത നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്തണം. അതിനുവേണ്ടി ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതാണ് ഭാവിക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ ദിവസവും 15 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ ഇൻ്റർനെറ്റ് വഴി കുട്ടികൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി കൊടുക്കും. അപ്പോൾ തിങ്കളാഴ്ച യോഗ, ചൊവ്വാഴ്ച കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ബുധനാഴ്ച ജനറൽ അവയർനെസ്, വ്യാഴാഴ്ച കണക്ക്, വെള്ളിയാഴ്ച ലൈഫ് വാല്യൂസ്, മൂല്യങ്ങൾ, അതാണ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം 15 മിനിറ്റേ ഉള്ളൂ, എല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ കുട്ടികൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ അവർക്ക് ഈ ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിലും അവർക്ക് അറ്റൻഡ് ചെയ്യാം. ഞങ്ങൾ രാത്രി 12 മണിക്ക് ഇതെല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അവർക്ക് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ വേണമെങ്കിൽ ഈ ക്ലാസ്സുകളിൽ അവർക്ക് റീവിസിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവർ റെഗുലറായിട്ട് ഇത് കാണുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഈ ജീവിത നൈപുണ്യങ്ങൾ, ലൈഫ് സ്കിൽസിൽ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. അത് ചെറിയ ക്ലാസ് തൊട്ടേ തുടങ്ങും. അതെ, 8ാം ക്ലാസ് മുതൽ തുടങ്ങണം. 8 മുതൽ 10, 9, 10 3 വർഷം അവർ റെഗുലറായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ വലിയ മാറ്റം ഉണ്ടാവും. ഞങ്ങൾക്ക് 2 വർഷമേ ആയുള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ട്. ഇപ്പം തന്നെ ഞങ്ങൾ ആ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ മറ്റുള്ളവരെക്കാളും മികവ് പുലർത്തുന്നവരാണ്. ഇപ്പം തന്നെ ഇവിടെ ഒരു ക്യാമ്പ് നടക്കുകയാണല്ലോ. ക്ലാസ്സിൽ ഇപ്പം 31 കുട്ടികളുണ്ട്. അത് നോക്കൂ, അതിനകത്തൊരു മെജോറിറ്റിയും എബോവ് ആവറേജ് ആണ്. എല്ലാ കുട്ടികളും ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാഷ് വന്നിട്ട് സയൻസ് ക്യാപിറ്റലിനെ കുറിച്ച് ക്ലാസ് എടുത്തു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ആൻസറുണ്ട്.
ശരിയോ തെറ്റോ അവർ എഴുന്നേറ്റ് നിന്ന് ചുണയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കഴിവാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ അഭിപ്രായം എവിടെയും നമുക്ക് പറയാൻ കഴിയണം. 4 പേര് കേൾക്കെ ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് പറയണം. അത് ലോജിക്കലായിട്ട് നല്ല സ്ഫുടതയോടുകൂടി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് ഫലിപ്പിക്കണം. ഈ നമ്മളിപ്പോൾ IAS ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ മികവ് കാണിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻ്റർവ്യൂവിന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അവർക്കറിയാം ഉത്തരം. പിന്നെ നമ്മളെ കുട്ടികൾ എന്താ ചെയ്യുന്നത്, അവർ ഉത്തരം മലയാളത്തിൽ ആലോചിക്കും, എന്നിട്ട് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ടത് പറയുമ്പോൾ അത് വാസാണോ വീസാണോ ഹാവ് ആണോ ഹാഡ് ആണോ എന്താ പറയണത്, നിങ്ങളൊരു കൺഫ്യൂഷൻ വരും. ഇങ്ങനെയല്ല പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അത് ഇപ്പം തന്നെ നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാഷിങ്ടണിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടു. അവർ തമ്മിൽ ഉറ്റ ചങ്ങാതിമാരായി. India's Prime Minister Narendra Modi went to Washington, called on the President of US Donald Trump, and they became good friends. ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് ഈ ട്രാൻസ്ലേഷൻ. ഇപ്പം നല്ല ഇംഗ്ലീഷ് പത്രത്തോട് നോക്കൂ, മോഡി ആൻഡ് ട്രംപ് ഹിറ്റ് ഇറ്റ് ഓഫ് ഓൺ ദ വെരി ഫസ്റ്റ് മീറ്റിംഗ്. ഇങ്ങനെ എഴുതുന്ന ഫ്രേസ് മാറി. എന്താ ഹിറ്റ് ഇറ്റ് ഓഫ്? ആദ്യത്തെ ദിവസം തന്നെ അവർ അങ്ങ് സുഹൃത്തുക്കളായി. ഇയാൾ ഇവിടെ നരേന്ദ്രമോദി അമേരിക്കയിൽ പ്ലെയിനിൽ പോയി ഇറങ്ങി, അവിടെ ചെന്ന് വാഷിങ്ടണിൽ പോയി, വൈറ്റ് ഹൗസിൽ പോയി, അയാളെ കണ്ടു സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് സ്നേഹം, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സ്കില്ല് നമ്മുടെ കുട്ടികൾക്ക് ഇല്ല. അത് ഉണ്ടാക്കണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പം ഡൽഹിയിലുള്ള കുട്ടികളൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ ഔട്ട്സ്മാർട്ട് ചെയ്യുന്നത്? കാരണം അവിടെ സ്കൂളുകളിൽ നോക്കൂ, അവർ നല്ല സ്വന്തമായിട്ട് സംസാരിക്കും. അവർ പറയുന്നതിനകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാവും. അവർ ബോധേഡ് അല്ല. അവർ ഉള്ള പോലെ അങ്ങ് പറയും. അത് ചിലപ്പോൾ മനസ്സിലായെങ്കിൽ ഇസ്ക മതൽ വേ ഹേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയും. അങ്ങനെ ഒരു ചോണം നമ്മുടെ കുട്ടികൾ, ആ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് നമ്മളെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിന് പോലും ആ ഒരു വലിയ പ്രയാസം, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്താലേ അവർക്ക് ഇത് നമുക്ക് ഇത് അതാണ് ഞങ്ങൾ ഉദ്ദേശം വെക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ ഭാവിക ഞങ്ങൾ സമ്മർ ടൈമിൽ ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു എല്ലാ ജില്ലകളിലും. കഴിഞ്ഞ വർഷം ഞങ്ങൾ 7 ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ വർഷം ഇപ്പോൾ ഞങ്ങൾ 4ാമത്തെ ക്യാമ്പാണിത്. ഇനി ഇങ്ങനെ ക്യാമ്പുകൾ നടത്തിയിട്ട് കുട്ടികൾ 100-150 കുട്ടികൾ അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അവർക്ക് 3 ദിവസം റെസിഡൻഷ്യൽ ക്യാമ്പാണ്. അവിടെ കുറേ നല്ല പ്രഗത്ഭരായ അധ്യാപകരെ, ട്രെയിനേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ലെക്ചറിങ് ഇല്ല, എല്ലാം ഗെയിമിഫിക്കേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച് കുറേ കുട്ടികൾ, അതിൽ നിന്നൊരു 10-30 കുട്ടികൾ നല്ല മികവുള്ളവരെ കണ്ടെത്താൻ കഴിയും. ആ കുട്ടികളെ വേണം നമുക്ക് ഫ്യൂച്ചറിലേക്ക് പതിയെ കൈപിടിച്ച് കൊണ്ടുപോകാൻ. അതിനുള്ളൊരു സംവിധാനവും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കരിയർ ഓറിയൻറ്റേഷൻ, അവരുടെ കരിയർ ഗ്രോത്ത്, അതെന്തൊക്കെയാണെന്ന് അസസ് ചെയ്ത് അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക, അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഇതൊക്കെയാണ് ഭാവിക ഉദ്ദേശിക്കുന്നത്. സാർ ഇപ്പോൾ 1980 അക്കാലത്തൊന്നും അധികം ഈ IAS ഒന്നും ഇല്ല. സിവിൽ സർവീസിൽ അങ്ങനെ എത്ര 80 ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ നിന്ന് IAS കിട്ടിയ ഏക വിദ്യാർത്ഥി ഞാനായിരുന്നു. കാഡർ തീരുമാനിക്കണേ എങ്ങനെയാണ്? കേരള കാഡർ, ബംഗാൾ കാഡർ? ഓരോ വർഷവും ഇപ്പം നമ്മൾ എത്ര വേക്കൻസി ഉണ്ട് ഓരോ സ്റ്റേറ്റിലും നോക്കും. എൻ്റെ കാര്യം എടുക്കാം. 80 എനിക്ക് IAS കിട്ടിയത്. അന്ന് കേരളത്തിൽ 6 IAS വേക്കൻസികൾ ഉണ്ടായിരുന്നു. അപ്പോൾ 6 പേർക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാം. ഈ 6 പേരിൽ നമുക്ക് SC, ST, OBC ഈ 3 കാറ്റഗറിയിൽ നമുക്ക് റിസർവേഷനുണ്ട്. അപ്പോൾ ആ 3 സീറ്റുകൾക്ക് 3 സീറ്റുകൾ മാറ്റിവെക്കും ആ കാറ്റഗറിയിലുള്ളവർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഉള്ളത് 3 സീറ്റാണ്. ആ കാലത്തോട്ട് ഇപ്പോഴും അതെ. പിന്നെ 3 സീറ്റാണ്. ആ 3 സീറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിയതിൽ നമ്മൾ കേരള കേഡർ, നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ നമ്മളോട് ചോദിക്കും നമ്മുടെ ഇഷ്ടപ്പെട്ട കേഡറുകൾ 1, 2, 3 എന്ന് എഴുതാൻ പറയും. അപ്പം ഞാനിപ്പോൾ കേരളം, 2ാമത്തേത് ഞാൻ മഹാരാഷ്ട്ര, 3 പഞ്ചാബ്, ഇങ്ങനെയാണ് എഴുതി കൊടുത്തത്. അപ്പം എൻ്റെ പ്രിഫറൻസ് നോക്കും, എൻ്റെ റാങ്കും നോക്കും. അപ്പോൾ എൻ്റെ റാങ്ക് ഏറ്റവും കൂടുതലായതുകൊണ്ട് എനിക്ക് ഡെഫിനറ്റായിട്ടും കേരള കേഡർ കിട്ടും. ഇനി എൻ്റെ റാങ്ക് പുറകിലാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും മുമ്പിലുള്ള ഒരാളിന് കേരള കേഡർ കൊടുത്താൽ നമ്മൾ മദ്രാസ് കാഡറിലോ അല്ലെങ്കിൽ ഡൽഹി കാഡറിലോ എവിടെയെങ്കിലും നമ്മൾ മാറ്റം ചെയ്യും. അപ്പോൾ ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആ കാൽക്കുലേഷൻസും ഒക്കെ ഇപ്പോൾ SC ഇല്ല, അല്ലെങ്കിൽ ST ഇല്ല, OBC ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതെ വരികയാണെങ്കിൽ ആ പോസ്റ്റ് മറ്റേ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റാൻ ചെയ്യും. എനിക്ക് 45ാമത്തെ റാങ്ക് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ ഒരു അക്കാഡമിയിലും പഠിച്ചിട്ടില്ല.
ഞാൻ സാറേ ഇനി പ്രിപ്പറേഷൻ ഞാൻ ഇഷ്ടം പോലെ കോച്ചിങ് സെന്ററുകളും ഞാനതാണ് പറയുന്നത്, ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ശരിക്കും റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കോച്ചിങ് സെന്ററിലും പോകേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ. എൻ്റെ അനുഭവം അതാണ് എന്നെ പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ 7ാം ക്ലാസ് മുതൽ എൻ്റെ അടുത്ത് എൻ്റെ മാഷ് പറഞ്ഞു, എടാ നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ IAS ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയില്ല, എൻ്റെ ബ്രദറിനോട് ചോദിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു, എന്തൊക്കെയാണ് ജോലിയുടെ പ്രത്യേകത, എന്തൊക്കെയാണ് അധികാരങ്ങൾ, എങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ വായിക്കണം, നന്നായിട്ട് ഇംഗ്ലീഷ് പറയണം, പിന്നെ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കണം, നല്ല ഓൾറൗണ്ടർ ആവണം, അങ്ങനെയൊക്കെ മനസ്സിലാക്കി എല്ലാത്തിലും കുറേശ്ശെയൊക്കെ ചെയ്ത്. സാറേ ഏത് ക്ലാസ് തൊട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ? ഞാൻ വാസ്തവത്തിൽ 7ാം ക്ലാസ്സിലെ ഐഡിയ വന്നു. ഞാനൊരു ഹൈസ്കൂൾ മുതൽ ഞാനിത് സ്വപ്നം കണ്ട് നടക്കുമായിരുന്നു. 7ാം ക്ലാസ്സിൽ സാറ് പറഞ്ഞെങ്കിൽ അങ്ങനെ വലിയ ഐഡിയാസ് ഒന്നും ഉണ്ടായില്ല. സാറ് സ്വദേശം എവിടെയാ? ഞങ്ങൾ തിരുവനന്തപുരത്ത് മാവേലിക്കരയിൽ നിന്നും തിരുവനന്തപുരത്ത് കുടിയേറി പാർത്ത്. പഠിച്ചതൊക്കെ അവിടെ തന്നെ? ട്രിവാൻഡ്രത്താ ഞങ്ങളെല്ലാം. ഗവൺമെന്റ് സ്കൂൾ? അതെ, ഗവൺമെന്റ് സ്കൂളിലാണ്. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ട്രിവാൻഡ്രം. ഡിഗ്രി വരെ? അല്ല, 10th വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാറിവനസ് കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്തു. പിന്നീട് ആർട്സ് കോളേജിൽ എക്കണോമിക്സ് എടുത്തു, BA എക്കണോമിക്സ്. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് കാര്യവട്ടം, അവിടുന്ന് MA എടുത്തു. MA 79 ഞാൻ MA എഴുതിയെടുത്തു. 79 തന്നെ ഞാൻ IAS പരീക്ഷ എഴുതി. അതിൻ്റെ റിസൾട്ട് 80 വന്നു. 80 വന്നപ്പോൾ എനിക്ക് കിട്ടുകയും ചെയ്തു. സാറ് 1980 IAS കിട്ടിയ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഡിക്ലെയർ ചെയ്തിട്ട് സാറിന്റെ പേര് വന്ന ഒരു സമയം റാങ്ക് ലിസ്റ്റില്, എനിക്ക് അന്ന് ആക്ച്വലി ഞാൻ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് എത്ര പ്രായം ഉണ്ടാവും സാറിന് അന്ന്? എനിക്ക് 24ാമത്തെ വയസ്സ് കിട്ടി. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു 100% എനിക്ക് കിട്ടുന്നല്ലേ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നിനക്കത് എങ്ങനെ പറയാൻ പറ്റും, കാരണം നീ ഇന്റർവ്യൂ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനി ഇതിൻ്റെ എല്ലാം ടാബ്ലേറ്റ്. അമ്മ ടീച്ചറായിരുന്നു, അപ്പോൾ അമ്മയ്ക്ക് ഇത് സിസ്റ്റമൊക്കെ അറിയാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇപ്പോഴും എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എനിക്ക് തരാതെ അവർ ആർക്കും കൊടുക്കില്ല ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ വാസ്തവത്തിൽ എനിക്കതൊരു അപ്രതീക്ഷിതമായിരുന്നില്ല, കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ വീട്ടിലെല്ലാവർക്കും വലിയ, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഞായറാഴ്ച ദിവസമാണ് ഈ റിസൾട്ട് വന്നത്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഇളയ ബ്രദർ സൈക്കിളിൽ ഏന്തി വലിഞ്ഞ് ചവിട്ടിക്കൊണ്ട് വീഴുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അതേ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വേഗം പോയി ചിക്കനൊക്കെ മേടിച്ചോണ്ട് പോവാ, നമുക്ക് ഇന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ സൈക്കിളിൽ. അച്ഛൻ റിട്ടയർ ചെയ്ത് വന്നു, ആർമിയിലായിരുന്നു. അപ്പൊ അച്ഛൻ അപ്പോഴത്തേക്കും റിട്ടയർ ചെയ്തു. ഞങ്ങൾ 7 മക്കള്, ഞങ്ങൾ 4 ആണും 3 പെണ്ണും. അല്ല, ഞാൻ 3ാമത്തെ ആളാണ്. അപ്പൊ അന്ന് വീട്ടില് വലിയ ആഘോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ സുറിയാനി ക്രിസ്ത്യാനികളാണ്. സുറിയാനി ഞങ്ങളുടെ ലിറ്റർജിയിലുണ്ട്. അപ്പൊ ഈ സുറിയാനി ക്രിസ്ത്യാനി ചെറിയൊരു സമൂഹമാണ്. അതിനകത്ത് ഞാൻ ഓർത്തഡോക്സ് ആണ്, അതിനേക്കാളും ചെറുതാണ്. അപ്പൊ ഈ കൂട്ടത്തില് ഈ അച്ചായന്മാരിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ആരെങ്കിലും കൊള്ളാവുന്ന ചെക്കന്മാരുണ്ടോ എന്ന്. അപ്പൊ IAS കിട്ടിയെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് ആളുകളുടെ വരവാകും, എല്ലാം കല്യാണാലോചന. 24 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഓരോരുത്തരും വന്നിട്ട് പിന്നെ വീടുകളെ തിരക്കുന്നു, പിന്നെ അപ്പനെയും അമ്മയും കാണുന്നു, അവരുടെ മകളുടെ വിശേഷങ്ങൾ പറയുന്നു, അവരുടെ കുടുംബത്തിന്റെ പാരമ്പര്യം പ്രതാപം പറയുന്നു, പിന്നെ അവർക്കുള്ള സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ഒരു അധ്യാപികയും ഒരു ആർമി ഉദ്യോഗസ്ഥനുമായ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇതിൽ പോയാലെന്താ, അതിൽ പോയാലെന്താ, എങ്ങനെയൊക്കെ വിചാരം വരും. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിഷ്ടമുള്ള ആളിനെ അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് കൃഷി റബ്ബറൊക്കെ അച്ഛന് ഞങ്ങൾക്കൊരു 10-20 ഏക്കർ റബ്ബർ ഉണ്ടായിരുന്നു. നമ്മുടെ അഞ്ചൽ എന്നൊരു സ്ഥലമുണ്ട് കൊല്ലം ജില്ലയിൽ, അവിടെ കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏത് വർഷം കല്യാണം കഴിക്കുന്നത്? ഞാൻ 27ാമത്തെ വയസ്സിൽ, 3 വർഷം കൂടെ. അല്ല, എൻ്റെ വൈഫ് ഒരു സാധാരണ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് വിദ്യാർത്ഥിനിയായിരുന്നു. ജോലിയൊന്നും ഉണ്ടായില്ല, കുട്ടികളെയൊക്കെ നോക്കുന്ന. മക്കളാ? എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് ഇപ്പോഴ് കല്യാണം കഴിച്ച് ഹോങ്കോങ്ങിലാണ്, 2ാമത്തെ മോള് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ കാനഡയിലാണ്. രണ്ടുപേരും കുഞ്ഞുങ്ങൾ. IAS കിട്ടിയ സമയത്ത് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് സബ് കളക്ടറായിട്ട് ഞാൻ പാലക്കാടല്ല, ഞാൻ ആദ്യത്തെ എന്റെ സബ് കളക്ടർ മൂവാറ്റുപുഴയായിരുന്നു, എറണാകുളം ജില്ല. മൂവാറ്റുപുഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ആലപ്പുഴ സബ് കളക്ടറായിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഈ തുടക്കത്തിൽ ഈ സബ് കളക്ടർ എന്തുകൊണ്ടാണ് നേരെ ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ള കൊടുക്കാത്ത? എക്സ്പീരിയൻസ് വേണം. ജില്ല ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അല്ല, നമുക്ക് എല്ലാ എക്സ്പീരിയൻസ് വേണം. കാരണം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊരു സാമാന്യം നല്ല അറിവ് വേണം.
അപ്പോൾ ഒരു ജില്ലയിൽ നമ്മൾ സബ് കളക്ടർ ആകുമ്പോൾ നമുക്ക് റവന്യൂ വർക്ക് എന്താണ്, ലാൻഡ് അക്വിസിഷൻ എന്താണ്, ലാൻഡ് റിഫോംസ് എന്താണ്, പിന്നെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ആ അറിവുണ്ടെങ്കിലേ നമുക്ക് കളക്ടർ ആകുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. സാറ് കേരള കാഡർ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? കേരളത്തിൽ തന്നെ സർവീസ് വേണമെന്ന്. കേരളത്തിൽ നമ്മളിപ്പോൾ എൻ്റെ പിന്നെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പം എൻ്റെ അമ്മാവന്മാരൊക്കെ അവർക്കൊന്നും വലിയ വിവരമില്ല. അപ്പോൾ അവരൊക്കെ പറയും, എടാ നീ ഒരു IAS ആയിട്ട് വേണം എനിക്ക് മുണ്ടും അടുത്ത് കുത്തി ഇതിലേക്ക് കൊടുക്കാൻ നടക്കാൻ, എനിക്ക് 2 പേർക്ക് ചവിട്ട് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അവരുടെ IPS ആവാൻ ഭാഗ്യം. ഇല്ല, ഞാൻ IPS പറ്റിയ ആളല്ല. എനിക്കത് ഒരിക്കലും യോജിക്കുന്ന ഒരു ജോലിയല്ല. അല്ലെങ്കിൽ എനിക്ക് IAS അല്ലെങ്കിൽ ഞാൻ IFS പോകുള്ളായിരുന്നു. എൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് IFS ആയിരുന്നു. IAS കിട്ടിയെങ്കിൽ IFS പോകാനായിരുന്നു. അതുപോട്ടെ. അപ്പോൾ അത് കേരളത്തിൽ ജനിച്ചു വളർന്നു. അപ്പോൾ എല്ലാവർക്കും വീട്ടുകാർക്കെല്ലാം മകനെ IAS ആയിട്ട് കാണണം. അത് മഹാരാഷ്ട്രയിലായാൽ അവർക്ക് സന്തോഷമാവില്ല. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം കേരളത്തിൽ തന്നെ വേണം, കേരളത്തിനെ സേവിക്കണം, നമ്മളിവിടെയല്ലേ ജനിച്ച് വളർന്നത്, നമ്മുടെ നാടല്ലേ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് കേരള കാഡർ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കളക്ടർ എന്ന് പറഞ്ഞ ജില്ലയുടെ ഭരണാധികാരി എന്നുള്ളതാണ്. സാറ് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തിട്ട്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റാണ്. പക്ഷെ ഇവിടെ ഒക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ രാഷ്ട്രീയം ഒരു പരിമിതികൾ കൽപ്പിച്ചിട്ടില്ല. ഇല്ല, ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷെ ജനറലി നമ്മൾ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ കേരള കാഡറിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലെ രാഷ്ട്രീയക്കാർ വിദ്യാസമ്പന്നരാണ്. അവർക്ക് IASകാരോട് ഒരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വിട്ടൊന്നും ആരും ഒന്നും ആവശ്യപ്പെടില്ല. പിന്നെ നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. നമ്മൾ പിന്നെ കുനിയാൻ പറയുമ്പോൾ എഴയുന്നവനാണോ എന്നൊന്നും നോക്കും. അതല്ല എന്ന് പറഞ്ഞു ആദ്യത്തെ സബ് കളക്ടറായിട്ട് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തു നിന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. കാരണം ഒരു മന്ത്രി പറഞ്ഞത് കേട്ടില്ല എന്നും പറഞ്ഞിട്ട്. പക്ഷെ അന്ന് എന്നെ സസ്പെൻഡ് ചെയ്യാൻ ആലോചിച്ചതാണ്. പക്ഷെ അപ്പോഴന്ന് CH മുഹമ്മദ് കോയ ആയിരുന്നു നമ്മുടെ ഉപമുഖ്യമന്ത്രിയും PWD മിനിസ്റ്ററും ആയിരുന്നു. അപ്പോൾ അദ്ദേഹം, ഞാൻ PWDയുടെ കുറച്ച് ഭൂമി ഒരു ബിഷപ്പ് അന്യായമായി കയ്യേറി, എന്നിട്ട് അദ്ദേഹം അതിന് ചുറ്റും മുള്ളുവേലിയെല്ലാം കെട്ടി സ്ഥലം അങ്ങ് കൈയടക്കി. അപ്പോൾ ബിഷപ്പ് ആയതുകൊണ്ട് ആരും അദ്ദേഹത്തെ തൊടാൻ റെഡി ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന സബ് കളക്ടർ ഒരു ബംഗാളിയായിരുന്നു. അയാൾക്ക് ഇവിടുത്തെ ഈ ലോക്കൽ പൊളിറ്റിക്സ് ഒന്നും അറിയാത്തതുകൊണ്ട് പുള്ളി ഒരു ദിവസം ബിഷപ്പിനെ പറഞ്ഞു, ഞാൻ ഐ വിൽ ഷൂട്ട് യു ഡൗൺ എന്ന് പറഞ്ഞു. അപ്പം ഉടനെ ബിഷപ്പ് ഇങ്ങനെ ഉപ്പായം ഇങ്ങോട്ട് ഊരിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കില്ല, വിടുവോ? സബ് കളക്ടറെ ഓടിച്ചു അവിടുന്ന്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ഇത് ഇങ്ങനെയുള്ള ഒരു സാമുദായിക നേതാവിനെ ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ അധിക്ഷേപിക്കാനൊന്നും പാടില്ല. അവരുടെ വികാരം, സാമുദായിക വികാരം എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഒരു ബോധമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തും ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ അയാളെ മാറ്റിയിട്ടാണ് എന്നെ കൊണ്ടുവച്ചത്. അപ്പോൾ എന്നെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഈ പറഞ്ഞ ബിഷപ്പിൻ്റെ അതേ പള്ളിയിലെ ആളാണ്. അപ്പോൾ എല്ലാവരും നോക്കി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഞാനിങ്ങനെ കയ്യേറിയതാണ്, സർക്കാരിൻ്റെ സ്ഥലമാണ്, PWD പുറമ്പോക്കാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കിത് പതിച്ചു തരണം, ഇതായിരുന്നു പുള്ളിയുടെ ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ കളക്ടറെ ആദ്യം അറിയിപ്പിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു നിയമപ്രകാരം ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ മീറ്റിംഗെല്ലാം വിളിച്ചു കൂട്ടി. അദ്ദേഹം വഴങ്ങാൻ തയ്യാറായില്ല. അവസാനം ഞങ്ങൾ പോലീസ് ആക്ഷനിൽ ബലാത്കാരമായിട്ട് തന്നെ സ്ഥലം ഞങ്ങൾ തിരിച്ചെടുത്തു. അപ്പോൾ തിരിച്ചെടുത്തപ്പോൾ വലിയ ഇഷ്യൂ ആയി. കാരണം അദ്ദേഹം എന്നെ മാറ്റാൻ വേണ്ടി സസ്പെൻഡ് ചെയ്യണമെന്നും പറഞ്ഞ് നിരാഹാരം കിടക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഒരു ന്യൂസൊക്കെ വന്നു. പക്ഷെ അന്ന് CH ഇടപെട്ടു. CH ആയിരുന്നു അന്ന് PWD മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹം തീരെ വയ്യ. മൊയ്തു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് തന്നെ, ഒരു പരിചയമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇനി അവിടെ മൂവാറ്റുപുഴയിൽ PWDയുടെ സ്ഥലം വല്ലതുകൊണ്ടോ എടുക്കാനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സർ, എൻ്റെ അറിവിലില്ല, ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം റവന്യൂ മന്ത്രിയെ വിളിച്ചിട്ട്, PJ ജോസഫ് ആയിരുന്നു റവന്യൂ മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മൂവാറ്റുപുഴ സബ് കളക്ടർ ഇവിടെ വന്നിരിപ്പുണ്ട്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്താൽ എന്നെ സസ്പെൻഡ് ചെയ്തതിന് തുല്യമാണെന്ന്. അത്ര സ്ട്രോങ് ആയിട്ട് അറ്റാച്ച്മെന്റ് കാണിച്ചു. അതെ, അതോടുകൂടി എൻ്റെ സസ്പെൻഷൻ മാറി. ഇല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് സസ്പെൻഷൻ കിട്ടിയേനെ. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ കല്യാണ ദിവസം എന്നെ
ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ അങ്ങനെ ചെയ്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും അതൊരു നല്ല മെസ്സേജ് കൊടുത്തു. അതായത് നമ്മൾ നിയമം വിട്ടൊന്നും ചെയ്യില്ല, അതിനകത്ത് മുഖം നോക്കില്ല, എൻ്റെ പള്ളി ആയാലും മറ്റൊരാളുടെ ആയാലും എല്ലാവരെയും നമ്മൾ ഒരുപോലെ കണക്കാക്കുകയുള്ളൂ എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ അത് ഉപകരിച്ചു. അത് പെട്ടെന്ന് ആ ന്യൂസ് അങ്ങ് പരക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ. അവർ നോക്കും ഇയാൾ എങ്ങനത്തെ ആളാണ്, അവർ ഇയാൾ അങ്ങനത്തെ ആളാണ്, എന്നാൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയും. എൻ്റെ പേര് പലപ്പോഴും ക്യാബിനറ്റിൽ വരുമ്പോൾ ചില മന്ത്രിമാർ പറയും, അയ്യോ ജിജി തോമസ് ആണെങ്കിൽ ഞങ്ങൾക്ക് താലത്തിൽ തന്നാലും വേണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ സത്യസന്നദ്ധനും ധീരനുമായ ഒരു ഓഫീസർ എന്ന നിലക്ക് സർവീസിലിരിക്കുമ്പോൾ ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ എപ്പോഴെങ്കിലും ഈ കേരള കേഡർ വേണ്ട, ബംഗാളിലാണെങ്കിൽ നന്നായിരുന്നു, കാരണം എന്താണെന്ന് വെച്ചാല് ബംഗാളിൽ ചെല്ലുമ്പോ കളക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ദൈവമാണ്. ഇവിടുത്തെ പോലെ അപ്പൊ അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ട്, സത്യമായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ പിന്നെ ഞാൻ പാലക്കാട് കളക്ടറായിരുന്നപ്പോൾ ആദ്യം അത് CPM ഗവൺമെൻറ് ആയിരുന്നു. അവിടെ CPM ഗവൺമെൻറ്റിൻ്റെ അന്ന് E.K. നായനാരായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം എന്നോട് വലിയ വാത്സല്യം കാണിച്ച ആളാണ്. ആദ്യം എന്നോട് ഒരു മുഷിവ് കാണിച്ചെങ്കിലും പിന്നീട് മനസ്സിലായി അങ്ങനെയല്ല എന്ന്. അപ്പോൾ എന്നോട് പിന്നെ വലിയ ഇഷ്ടമായി. അപ്പോൾ മീറ്റിങ്ങിലൊക്കെ ഇരുന്നിട്ട്, എടാ നിൻ്റെ സ്പോർട്സ് എങ്ങനെ ഉണ്ടടാ, ഇങ്ങനെയൊക്കെ, നിൻ്റെ ഭാര്യ പെറ്റോടാന്ന് ചോദിക്കും. ഞാൻ എൻ്റെ സാറേ എല്ലാ മാസവും എൻ്റെ ഭാര്യ പിറന്നു എങ്ങനെ എന്നൊക്കെ ചോദിക്കണം. എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് സാറിന് അറിയായിരുന്നു. അപ്പോൾ കാണുമ്പോഴൊക്കെ ചോദിക്കും. അപ്പോൾ നല്ല തമാശയാണല്ലോ അദ്ദേഹം പറയുമ്പോൾ. നമ്മൾ തിരിച്ചു തലതല്ലേ ഇവിടെ ചീഫ് മിനിസ്റ്റർ ഒറ്റപ്പാലത്ത് ട്രെയിനിൽ വരും. അതിലെ ഏറ്റവും അതെ അദ്ദേഹം ഒറ്റപ്പാലത്ത് വന്നിറങ്ങുകയാണ് ട്രെയിനിൽ. വെളുപ്പംകാലത്ത് 4 മണിക്കോ മറ്റോ വരും, അല്ല 3 മണിക്ക്, ഷൊർണൂരിൽ 4 മണിയാകുമ്പോൾ എത്തും, ഷൊർണൂരിൽ 3 മണിക്ക് എത്തും. അങ്ങോട്ട് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഞാൻ സബ് കളക്ടർ ഒറ്റപ്പാലത്തിനോട് പറഞ്ഞു, സന്ദർജി ആയിരുന്നു, പറഞ്ഞു ഒറ്റപ്പാലത്ത് ചീഫ് മിനിസ്റ്റർ വരികയാണ്, അവിടെ പോയി രാവിലെ പോയി റിസീവ് ചെയ്യണം, CM നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ട് വരികയാണ്, അപ്പോൾ നമ്മളെ പോയി ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഈ പാവം സർദാർജി അയാൾക്ക് അറിയില്ലല്ലോ, അയാൾ അവിടെ പോയി നിന്ന് CM ഇറങ്ങി വരിക, CM ഉറക്കമക്ഷണം കൊണ്ട് വരിക. അപ്പോൾ ഇയാൾ CM മൈൻഡ് ചെയ്യുന്നില്ല. ഇയാൾ പറഞ്ഞു, സാർ ഐ എം സബ് കളക്ടർ ഒറ്റപ്പാലം എന്ന് പറഞ്ഞു. CM നോക്കിയില്ല. രണ്ടാമതും പോയിട്ട് പറഞ്ഞു, സാർ ഐ എം സബ് കളക്ടർ ഒറ്റപ്പാലം. അപ്പോൾ പുള്ളിക്ക് ദേഷ്യം, നിനക്കൊന്നും വേറെ പണിയില്ലടാ, പോയി കിടന്ന് ഉറങ്ങടാ. അങ്ങനെ ഒരുപാട് പിന്നെ അദ്ദേഹം പാലക്കാട്ട് വന്നപ്പോൾ എനിക്ക് എന്താണ് മറ്റേ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് ആയിരുന്നു. അപ്പം താടിയൊക്കെ വളർത്തിയൊക്കെ ഇരിക്കുക. അപ്പോൾ ചീഫ് മിനിസ്റ്റർ വരുമ്പോൾ കളക്ടർ പോയിട്ട് ആദ്യത്തെ വിസിറ്റിൽ CM വരുമ്പോൾ CM-നെ റിസീവ് ചെയ്യണം. അപ്പോൾ CM ആദ്യം അവിടെ അരൂർ പിന്നെ ഇവിടെ വടക്കഞ്ചേരിയിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കുഴൽമന്നം ഇങ്ങനെ വന്ന 3-4 പ്രോഗ്രാമുണ്ട്. എന്നിട്ട് അവസാനം പിന്നെ പാലക്കാട് എത്തും. അപ്പം വീണ്ടും ഞാൻ എൻ്റെ RDOയോട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ CM-നോട് പറയണം ഇങ്ങനെ കളക്ടർക്ക് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് വരുന്നില്ല എന്ന് പറയണം, എന്നിട്ട് CM-ന് വിഷമം തോന്നരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ പറഞ്ഞയച്ചു, RDOയെ പറഞ്ഞയച്ചു. RDO പോയിട്ട് CM അവിടെ വടക്കഞ്ചേരിയിൽ എത്തിയപ്പോഴേ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ചീഫ് ഞങ്ങളുടെ കളക്ടർക്ക് ചിക്കൻ ബോക്സാണ്. കുഴപ്പമില്ല, പോയിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞു, പക്ഷേ CM-ന് അത് രജിസ്റ്റർ ചെയ്തോ എന്നൊരു സംശയമാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ കുഴൽമന്നത്ത് വരാറായി, അതുകൊണ്ട് വേഗം കുഴൽമന്നത്തോട്ട് പോകും, അവിടെ പോയിട്ട് CM-നെ കാണുമ്പോൾ പറയണം, തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ, തുടക്കത്തിലെ മുഷിവ് ഉണ്ടാവില്ല. അപ്പോൾ കുഴൽമന്നത്ത് പോയപ്പോഴും CM-ൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കളക്ടർക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് പാലക്കാട് വന്നു. പാലക്കാട് TV-യിൽ വന്നപ്പം ഞാൻ മേടിച്ച് വന്ന് പോയി കണ്ടേക്കാം. അപ്പം ഞാൻ താടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. ചെന്ന് CM-നോട് പറഞ്ഞു, സാർ ഞാൻ പാലക്കാട് കളക്ടറാണ്, എനിക്ക് ചിക്കൻ ബോക്സ് ആയതുകൊണ്ടാണ് വരാത്തത്. അപ്പം ഞാൻ എടോ, താൻ കളക്ടറായതിനു ശേഷം തൻ്റെ ഇവിടെയുള്ള എല്ലാ കളക്ടർമാർക്കും ചിക്കൻ ബോക്സ് ആയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്തായി പറയുന്നത്, അല്ല ഞാൻ വടക്കഞ്ചേരി ചെന്നപ്പോൾ അവിടുത്തെ കളക്ടർക്ക് ചിക്കൻ ബോക്സ്, കുഴൽമന്നത്ത് വന്നപ്പോൾ അവിടുത്തെ കളക്ടർക്കും ചിക്കൻ ബോക്സ്, ഇപ്പോൾ പാലക്കാട്ട് വന്നപ്പോൾ പാലക്കാട്ടെ കളക്ടർക്കും ചിക്കൻ. പാലക്കാട് കൈവേളിൽ ഇതുപോലെ അറിയാവുന്ന ആളാണ്, എല്ലാ ദിക്കുകളെ കുറിച്ച് നല്ല വിവരമുണ്ട്. എന്നാലും പറയുന്നത് കേട്ട് നമ്മളങ്ങ് ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അത്ര രാഷ്ട്രീയക്കാർ നേതാക്കന്മാരാകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ സുഖമാണ്. അതെ, കുറച്ചൊരു ടെൻഷൻ ഫ്രീ ആയിരുന്നു. സാറിന്റെ ഈ ഔദ്യോഗിക ജീവിതത്തില് സാറിന് ഈ കളക്ടർ എത്ര ജില്ലയിൽ കളക്ടറായിട്ട്? ഞാൻ പാലക്കാട് ജില്ലയിൽ മാത്രമേ. ഞാൻ 88 മുതൽ 91 വരെ ഒരു 3.5 വർഷം ഞാൻ അവിടെ കളക്ടറായിരുന്നു. ബാക്കിയുള്ളതെല്ലാം മറ്റ് ഇതാണ് ഓർഗനൈസേഷനിൽ നമ്മളെ സിവിൽ സപ്ലൈസ് അങ്ങനത്തെ
മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഡൽഹിയിൽ പോയി. നേരത്തെ ചോദിച്ചപ്പോൾ മന്ത്രിമാരുമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ട് ഇടയേണ്ടി വന്ന സന്ദർഭം ഉണ്ടായില്ലേന്ന് ചോദിച്ചല്ലോ. അതങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി. മുഖ്യമന്ത്രി കെ കരുണാകരനുമായിട്ട് ഇടയേണ്ടി വന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തോട് നമുക്ക് മല്ലിടാൻ പറ്റില്ല എന്ന് കണ്ണു ബോധ്യം വന്നപ്പോൾ ഞാൻ ഒരു വർഷം ലീവ് എടുത്ത് ലണ്ടനിൽ പോയി. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ഡിഗ്രി കൂടി എടുത്തു. കാരണം IAS റിസൈൻ ചെയ്യേണ്ടി വന്നാൽ അതുകൊണ്ട് ഞാൻ പ്രോജക്ട് മാനേജ്മെന്റിലെ ഒരു ഡിഗ്രി കൂടി എടുത്തു, ഒരു വർഷം. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം റിസൈൻ ചെയ്താൽ അല്ലാതെ കേരളത്തിൽ വരില്ല എന്ന് ഞാൻ വിചാരിച്ചാണ് പോയത്. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര അഭിപ്രായ വ്യത്യാസമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മടങ്ങി എത്തിയപ്പോഴും അദ്ദേഹം എന്ത് കൊണ്ടാണ് അദ്ദേഹത്തിന് സാറിന് ഇഷ്ടമല്ലാതായത്? അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ വന്നപ്പോൾ എന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വേറെ 3-4 മന്ത്രിമാർ, KM മാണി ഉണ്ടായിരുന്നു, TM ജേക്കബ് ഉണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, പിന്നീട് PC ചാക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് CMൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം സാർ, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. അത് CMന് അത്രയും പിടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് PC ചാക്കോ എന്നോട് പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയണ്ടായിരുന്നു, ഞങ്ങളെ മന്ത്രിമാർ പോലും അങ്ങനെ പറയാറില്ല, ഞങ്ങൾ ചിരിച്ചിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യാതിരിക്കും, അതായിരുന്നു നല്ല ടാക്ടിക്സ്, ജിജി അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് എന്നോട് ഉപദേശിച്ചു. അപ്പം ഞാനത് ഉറപ്പായിട്ടും ഞാൻ ഉള്ളതുപോലെ പറയുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് CMന് തീരെ ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ പേരിലൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് നീരസം വന്നാൽ പിന്നെ വെച്ചേക്കില്ല, ബുദ്ധിമുട്ടാണ്. സാറിപ്പോൾ 4 പുസ്തകങ്ങൾ എഴുതിയായിട്ട് എനിക്കറിയാം. അതെ. അപ്പം അതിന് പക്ഷെ പേരിടുന്നത് നത്തിങ് ഒഫീഷ്യൽ, നത്തിങ് പേഴ്സണൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് പേരുകളാണ്. അതെ. നത്തിങ് ഒഫീഷ്യൽ എന്നുള്ളത് ഇംഗ്ലീഷ് ടൈറ്റിൽ ആണെങ്കിലും പുസ്തകം മലയാളത്തിലാണ്. ഇതിനെ കുറിച്ചാണ് ഞാൻ എൻ്റെ കളക്ടർ വരെയുള്ള ആദ്യത്തെ 10 വർഷത്തിൽ ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ട ചില കാര്യങ്ങൾ വളരെ പിന്നെ ഹ്യൂമറസ് ആയിട്ട് എടുത്ത് എഴുതിയിട്ടുള്ള ഒരു സെറ്റയറാണ് അത് വാസ്തവത്തിൽ. അപ്പോൾ അത് ഞാൻ ആദ്യം സാറിനൊരു മുൻഗാമി ഉണ്ട്. അതാണ് ആ പുസ്തകത്തിലെ വിഷയം. അതിന് 2003 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല സെറ്റയറിനുള്ള അവാർഡ് കിട്ടി. അതിനുശേഷം പിന്നെ ഒരു പുസ്തകം കൂടി എഴുതി, നത്തിങ് പേഴ്സണൽ. അതിനുശേഷമുള്ള ചീഫ് സെക്രട്ടറി വരെയുള്ള കാലയളവിൽ ഞാൻ കണ്ട ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് ഇതുപോലെ വളരെ രസകരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഹ്യൂമറസ് ആണ്. ഹ്യൂമർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. ഞാൻ എപ്പോഴും ഹ്യൂമർ പറയുന്ന ആളാണ്. എൻ്റെ എല്ലാ ടെൻഷൻസും ഒഴിവാക്കുന്നതും ഈ ഹ്യൂമർ കൊണ്ടാണ്. കാരണം എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ചിരിച്ച് തള്ളുക, അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ സമയം കളയാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് അതൊക്കെ ചിരിച്ച് തള്ളേണ്ട സമയത്ത് ചിരിച്ചില്ല. അങ്ങനെയുള്ള ഒരു എണ്ണമാണ്. അതാണ് നത്തിങ് ഒഫീഷ്യലി, നത്തിങ് പേഴ്സണലും. പിന്നീട് എനിക്ക് 2018 ഒരു 2 അറ്റാക്ക് വന്നു. ആദ്യത്തെ അറ്റാക്ക് വളരെ മൈനറായിരുന്നു. രണ്ടാമത്തെ അറ്റാക്ക് എറണാകുളത്ത് വെച്ച് ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിലുണ്ടായതാണ്. അപ്പോൾ അന്ന് നമ്മൾ ഇവിടെ കേരളത്തിലെ മഹാപ്രളയം വന്നതിൻ്റെ തലേദിവസമായിരുന്നു. അപ്പോൾ വലിയ മഴ കോഴിശ്ശേരിയിൽ മഴ, റോഡ് മുഴുവൻ വെള്ളം, എങ്ങോട്ടും ഇറങ്ങാനും പോകാനും നിവർത്തിയില്ല. അങ്ങനെ ഞാൻ എറണാകുളത്ത് അബാദ് പ്ലാസ ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് എനിക്ക് രണ്ടാമത്തെ അറ്റാക്ക് വന്നത്. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു മുറിയിലുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഉള്ളത് കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചുണർത്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും രക്ഷയില്ല എന്നുള്ളൊരു സമയം വരെ എത്തി. എന്നിട്ട് പിന്നീട് ഡോക്ടറെ രാത്രിയിൽ തന്നെ വിളിച്ചുകൊണ്ടൊക്കെ വന്ന്, സജ്ജി കുരുട്ടുകുളം എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് എല്ലാം ചെയ്തു. പിന്നെ എനിക്ക് സെഡേഷനൊക്കെ തന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഫാൻറ്റസി കണ്ടു. ആ ഫാൻറ്റസിയാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അത് ഇംഗ്ലീഷിലാണ് എഴുതിയത്. കാരണം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അത് ഇംഗ്ലീഷിൽ എഴുതിയില്ലെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇംഗ്ലീഷിൽ വേണം എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് മലയാളത്തിൽ വേണം. അങ്ങനെ ഞാനത് മലയാളത്തിലാക്കി. അതാണ് കെടുകാറ്റിലെ നെയ്ത്തിരി. എല്ലാ കെടുകാറ്റിലും, എല്ലാം കെട്ടുപോകുന്ന കാറ്റിലും ചില നെയ്ത്തിരികൾ അണയാതെ ഇരിക്കും. അതാണ് കെടുകാറ്റിലെ നെയ്ത്തിരി. ചിലർ കൊടുങ്കാറ്റിലെ എന്നൊക്കെയാണ് വായിക്കുന്നത്. ഇത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതയിലെ ഒരു വരിയാണ്, കെടുകാറ്റിലെ നെയ്ത്തിരി എന്ന്. അതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പം ഇങ്ങനെ 4 പുസ്തകങ്ങൾ. 5ാമത്തെ ഒരു പുസ്തകം ഇപ്പം ഒരു 1-2 മാസങ്ങൾക്കുള്ളിൽ വരും. അത് ജീവിത കിരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ്. പിന്നെ
നമ്മുടെ ജീവിതത്തിൽ വിജയം കൊയ്യാൻ സാർ അതിന് ശേഷം ഇപ്പൊ IAS കഴിഞ്ഞിട്ട് അതിന് ശേഷം വേറെ എന്തെങ്കിലും പഠിച്ചോ സാർ? ഞാനിപ്പോഴ റിട്ടയർമെന്റിന് ശേഷം ഞാനൊരു PhDക്ക് അപ്ലൈ ചെയ്തു. ഞാൻ കഴിഞ്ഞ മാസം മാനേജ്മെന്റിൽ PhD എടുത്തു. പിന്നെ ഇമ്പാക്ട് ഓഫ് ഫോറിൻ ട്രേഡ് അഗ്രിമെന്റ്സ് ഓൺ ഇന്ത്യൻ പ്ലാന്റേഷൻ സെക്ടർ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു റബ്ബർ. അതിനെക്കുറിച്ചാണ് ഒരു PhD അവാർഡ് ആയോ? PhD അവാർഡ് ചെയ്തു. ഇനി എനിക്ക് ഒഫീഷ്യലായിട്ട് കോൺവക്കേഷനിൽ ഡിഗ്രി തരും. അത് ജൂലൈ മാസത്തിലേ ഉണ്ടാവുള്ളൂ. ഞാൻ ലൈഫ് ലോങ് ലേണിംഗ് വേണമെന്ന് പ്രസംഗിച്ച് നടക്കുന്ന ആളാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ലൈഫ് ലോങ് ലേണിംഗ് കാണിച്ചില്ലെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അത് എടുത്തു. അതെനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ. പോലെ സംഗീതം ഇഷ്ടമാണ്? സംഗീതം കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ 1-2 പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇല്ല, പാടില്ല. ഞാൻ സിനിമയ്ക്ക് വരെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അനാമിക എന്ന് പറഞ്ഞ് 2006 മറ്റോ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമ പൊളിഞ്ഞു പോയി. അത് കാരണം അത് ഇഷ്ടപ്പെട്ട പാട്ടുകാരനാണ് സാറിന്? എഴുത്തുകാരനാണോ? അല്ല, പാട്ടുകാരൻ യേശുദാസാണ്. പിന്നെ ചിത്രി. കവിത പാട്ട് എഴുതുന്നത് വയലാർ തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവ്. പിന്നെ P. ഭാസ്കരൻ, പിന്നെ ശ്രീകുമാരൻ തമ്പിയോരൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാണാൻ. പിന്നെ നമ്മുടെ പുതിയ എഴുത്തുകാരും ഉണ്ടല്ലോ, അവരെല്ലാം നല്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കോച്ചിങ് സെന്ററുകളുണ്ട്. ഇഷ്ടംപോലെ കുട്ടികൾ IASന് ചേരുന്നുണ്ട്. പലർക്കും IAS കിട്ടുന്നുണ്ട്. അതൊക്കെ മാധ്യമങ്ങളിലൊക്കെ വലിയ ആഘോഷങ്ങളാണ്. എന്താണ് പുതിയ തലമുറയോട് സാറിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമുക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. നമ്മുടെ ലക്ഷ്യം നമുക്കൊരു ഒരു IAS അല്ലെങ്കിൽ IPS, IFS അല്ല, ഡോക്ടർ, എഞ്ചിനീയർ, ഏത് കാര്യത്തെക്കുറിച്ചും നമുക്കത് നേടിയെടുക്കണമെന്ന് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായാൽ അത് നേടിയെടുക്കാൻ തന്നെ നമുക്ക് സാധിക്കും. അതിന് മതിയായ ഇച്ഛാശക്തി വേണം, 1. 2, അതിന് നല്ല ഒരു ഡിസിപ്ലിൻ വേണം. പിന്നെ നല്ല ഡെഡിക്കേഷൻ വേണം. വേറൊന്നിലും ഡിസ്ട്രാക്റ്റഡ് ആവരുത്. അപ്പം നമുക്ക് ഈ ലക്ഷ്യം നമുക്ക് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്നു. നമ്മൾ അതിനുശേഷം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറന്നിട്ട് വേറെ പല കാര്യങ്ങളിലേക്കും നമ്മൾ പോകും. അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആകാതെ നമ്മളിതിൽ കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു അക്കാഡമിയിലും ചേരാതെ തന്നെ നമുക്ക് ഈ ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയിലുള്ള കുട്ടികളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിങ്ങളൊരു വലിയ ആഗ്രഹം ഉണ്ടാകുക. ഹാവ് എ ഗ്രേറ്റ് ഡിസയർ, ഹാവ് ഡിറ്റർമിനേഷൻ, ഹാവ് എ ഡിസിപ്ലിൻ ആൻഡ് ഓൾസോ ഹാവ് ഡെഡിക്കേഷൻ. ഇഫ് യു ഹാവ് ദീസ് 4 Ds, you are sure to reach the top. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സാറിന് MA എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ട് എന്താണ് ഫീൽ ചെയ്തത്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോളേജ്. നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് നിങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഭാഗ്യം തന്നെയാണ്. ഇത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇത്ര നല്ല സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നല്ല മികവ് പുലർത്തുന്ന കുട്ടികൾ ഇവിടെ ഇതിൽ പകരം ഒരു സൗകര്യം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്ന് ഇതായിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 92% അഡ്മിഷൻ ഉണ്ടായി. കാരണം കേരളത്തിൽ ടോപ്പ് അഡ്മിഷനാണ്. എല്ലായിടത്തും എഞ്ചിനീയറിംഗ് കോളേജിൽ പൂട്ടാനും വിൽക്കാനും ഇട്ടിരിക്കുക. ഇപ്പോൾ ഈ അടുത്തൊരു പേപ്പറിൽ വായിച്ചത് മഹാരാഷ്ട്രയിലെ മറ്റോ 155 എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടാൻ പറയുന്നത്. അപ്പൊ ആ പ്രതിസന്ധിക്കിടയിൽ നമ്മളങ്ങനെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും ജാമിയ അറബി കോളേജും കൂടി ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഒരു സംരംഭമാണ്. 2002 തുടങ്ങിയത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഇതിന്റെ ഫൗണ്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. പിന്നെ MLA അമിത് ഹുസൈൻ തങ്ങള് ജനറൽ സെക്രട്ടറി, മനോഹർ അലി തങ്ങള് ട്രഷററൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. എനിക്ക് പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങളോടും അങ്ങ് പറഞ്ഞ മനോഹർ അലി തങ്ങളോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും നല്ല സൗകര്യങ്ങൾ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വളരെ സൗജന്യമായ നിരക്കിൽ നൽകി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ഇത്ര കോഓപ്പറേഷൻ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് നമ്മുടെ സ്വന്തം പരിപാടിയാണെന്ന് ഞങ്ങൾക്ക് നടത്തുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ ചെയ്യുന്നതിന് എല്ലാം നന്ദിയും ഞാൻ അടുത്ത വർഷത്തെ കുട്ടികളുടെ ക്യാമ്പ് കൂടി നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് വളരെയധികം നന്ദി.